നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചിരു ചിരു, നീ ഇങ്ങനെ ഇവിടെ ഇരിക്കാതെ പോയി മക്കളുടെ അടുത്ത് കിടക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും നീ മനസ്സിൽ വെക്കല്ലേ. നിന്നെ നിന്റെ മക്കളെ ഇവിടുന്ന് ഓടിക്കണം എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. എല്ലാവർക്കും നല്ല ജീവിതം ഉണ്ടാവണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അതെങ്ങനെ ഉണ്ടാവുന്ന ചിന്തിച്ചു വരുമ്പോ മനസ്സിൽ ഓരോ ആശയങ്ങൾ തോന്നും. അതപ്പ തന്നെ വിളിച്ച് പറയുകയും ചെയ്യും. എന്തായാലും ഒന്നും പ്രാക്ടിക്കൽ അല്ലെന്ന് എനിക്ക് തന്നെ അറിയാം മോളെ. പിന്നെ എന്തിനാ ചേച്ചി എന്റെ മനസ്സ് കരിക്കാൻ എന്റെ മുമ്പിൽ വെച്ച് ഓരോന്ന് വിളിച്ചു പറയുന്നു? ചേച്ചി വേറെ ആരോടെങ്കിലും പറഞ്ഞു? എന്നെ കേൾപ്പിക്കാതിരുന്നാ പോരെ? ശരി മോളെ, ഞാൻ ശ്രദ്ധിച്ചോളാം. നീ ചെന്ന് കിടക്ക്. ബാക്കി എല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചു കള. എന്നിട്ട് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങ്. വാ വാ. ആ നേരെ ഏട്ടല്ലേ വരുന്നേ? സമാധാനമായി. രഘുവേട്ടാ, നന്ദുവിന്റെ സഹോദരനെ തെരഞ്ഞു പോയിട്ട് എന്തായി? അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല ചിരു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ആന്റണിയുടെ താമസ സ്ഥലം കണ്ടുപിടിച്ചെങ്കിലും നിതിൻ അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിച്ചില്ല. ആന്റണിയെ ചോദ്യം ചെയ്തേന്ന് ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ഒരു നീക്കം കൂടെ നടത്തുന്നുണ്ട്. അമ്മാൻ കിടന്നോ അമ്പിളി? ആ കിടന്നു. രഘുവേട്ടൻ ഇന്ന് അച്ഛനെ കാണണ്ട. എന്തായാലും പറയാനുണ്ടെങ്കിൽ നാളെ പറഞ്ഞാ മതി. ശരി, ഓടി തളർന്നു വരിക. നിങ്ങൾ എന്തെങ്കിലും കഴിക്കാനെടുത്തു. നീ വാ മോളെ, ഇനി ഇവിടെ നിൽക്കണ്ട. അതെ, ഈ ദാസങ്ങളെ രഘുവും സച്ചി സാറിന്റെ വീട്ടിൽ പോയി സംസാരിച്ച കാര്യം നീ മഞ്ചാടിയോട് പറഞ്ഞുവനോ? ഇല്ല, അവർ ഇന്ദ്രേട്ടനെയല്ലേ വിളിച്ചു പറഞ്ഞത്. ഇന്ദ്രേട്ടൻ തന്നെ മഞ്ചാടിയോട് പറഞ്ഞാൽ മതി. ദാസങ്ങളും രഘുവേട്ടനും ജീവൻ രാജിന്റെ കേസ് പിൻവലിക്കുന്ന കാര്യമാണോ അവിടെ പോയി സംസാരിച്ച്? അതെ, അച്ഛൻ പറഞ്ഞിട്ടാ അവർ സച്ചി സാറിന്റെ വീട്ടിൽ പോയെ. എന്നിട്ട് സച്ചി സാർ എന്ത് പറഞ്ഞു? കേസ് പിൻവലിക്കാൻ സമ്മതിച്ചു ഇന്ദ്രേട്ടാ? സമ്മതിച്ചു. പക്ഷെ ഒരു ഉറപ്പ് മഞ്ചാടി അവർക്കും കൊടുക്കണം. എന്തുറപ്പ്? താമസിയാതെ നിന്റെയും ഗോകുലിന്റെയും എൻഗേജ്മെന്റ് നടത്താന്നുള്ള ഉറപ്പ്. കല്യാണം നിന്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് നടത്താന്ന് പറയാം. പക്ഷേ എൻഗേജ്മെന്റ് ഈ മാസം തന്നെ നടത്തേണ്ടി വരും. സച്ചി സാറിൻ്റെ നല്ലൊരു ഫാമിലി ഇല്ലേ മഞ്ചാടി? പിന്നെ ഗോകുലും ഇപ്പോൾ വളരെ ഡീസൻ്റാ. അവർക്കെല്ലാവർക്കും നിന്നെ വലിയ ഇഷ്ടവുമാണ്. പിന്നെ നീ ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിച്ചതാണല്ലോ. ഇപ്പോഴായിരിക്കും അതിന് സമയമായത്. ഇല്ല ഇന്ദ്രേട്ടാ, എന്റെ ഡിഗ്രി എക്സാം കഴിയുന്നവരെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ചർച്ച ചെയ്യില്ലെന്ന് ഗോകുലേട്ടൻ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. ഇന്ദു ചേച്ചിയുടെ കല്യാണത്തിന് കണ്ടപ്പോ ജീവൻ രാജന്റെ കേസ് പിൻവലിക്കുന്ന കാര്യത്തിന് ഗോകുലേട്ടൻ ഒബ്ജക്ഷൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്തിനാ സച്ചി സാർ ഇങ്ങനെ ഒരു ഡിമാൻഡ് വെക്കുന്നത്? അദ്ദേഹത്തിന് മകന്റെ കാര്യത്തിൽ ഉത്കണ്ഠയുണ്ടാവില്ലേ മഞ്ചാടി? ഗോകുൽ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അവന് നിന്നെ കിട്ടാതെ പോയാലോ? ഗോകുലേട്ടനില്ലാത്ത ഉത്കണ്ഠ എന്തിനാ സച്ചി സാറിന്? ജീവൻ രാജിന്റെ കേസ് ഞാൻ പിൻവലിക്കാൻ തീരുമാനിച്ചത് വെറും മനുഷ്യത്വത്തിന്റെ പേരിലാ. അതിന് ഞാൻ എന്റെ ലൈഫ് തീരെഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ എങ്ങനെയാ? അതെന്തായാലും പറ്റില്ല ഇന്ദ്രേട്ടാ. അല്ലാതെ തന്നെ അച്ഛൻ കേസ് പിൻവലിക്കുമെങ്കിൽ പിൻവലിക്കട്ടെ.
മോള് സത്യന് നാളെ വിരുന്നിന് വീട്ടിലേക്ക് പോവല്ലേ? ആ പോകാൻ അമ്മ പറഞ്ഞായിരുന്നു. നീയും പോന്നുണ്ടോ സുശീലേ? പിള്ളേര് പോയിട്ട് വരട്ടെ, ആദ്യത്തെ വരുന്നല്ലേ. വേറൊരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടെ പോകാൻ പാനുമേ. ആ അത് മതി, അതാ നല്ലത്. അമ്മേ, അമ്മേ. ആ അമ്മേ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം അമ്മ ആലോചിച്ചോ? ഏത് കാര്യം? സച്ചി സാറിന്റെ കടം വീട്ടാൻ ഇന്ദിരേട്ടനെ സഹായിക്കുന്ന കാര്യം. അതെന്താ ആലോചിക്കാനാ? നീ അവനെ സഹായിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ ഇന്നലെ തന്നെ നിന്നോട് പറഞ്ഞില്ലേ? അമ്മ അങ്ങനെ പറഞ്ഞാലും ഇന്ദിരേട്ടനെ സഹായിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്നാ നീ പോയി സഹായിക്കടാ. 1ഉം 2ഉം ഇല്ല, 25 ലക്ഷം രൂപയാ നിന്റെ കയ്യിലുണ്ട്, നീ എടുത്തോട്. സഹായിക്കാൻ ചെല്ല്. പ്രതിഭയ്ക്ക് കിട്ടിയ സ്വർണവും പണവും ഏട്ടന് കൊടുത്ത് സഹായിക്കാൻ എന്റെ തീരുമാനം. ഓഹോ, അല്ല ഇത് നീ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണോ അതോ ഇവളോടും കൂടെ ആലോചിച്ചിട്ടാണോ? അതെടുക്കാൻ എനിക്ക് പ്രതിഭയുടെ സമ്മതമൊന്നും ആവശ്യമില്ല. അത് സൂക്ഷിച്ചിരിക്കുന്നത് അമ്മയുടെ കയ്യിലായതുകൊണ്ട് അമ്മയോട് ചോദിച്ചത്. അല്ലെങ്കിൽ ഞാനത് എപ്പോഴേ വെച്ച് ഇന്ദിരേട്ടന്റെ കടം വീട്ടിയെന്നെ. എന്നുവെച്ചാ നിന്റെ ഭാര്യയ്ക്കേറ്റ സ്വർണത്തിന്റെയും പണത്തിന്റെയും അവകാശി നീ മാത്രമാണെന്ന്, അതിൽ വേറെ ആരും കൈ കടത്തണ്ടെന്ന് അല്ലേ? അമ്മയോട് ഞാനിതിൽ മാന്യമായിട്ട് അനുവാദം ചോദിച്ചതല്ലേ. സ്വന്തം മകനെ സഹായിക്കാൻ അമ്മ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? എന്റെ ഭാര്യയുടെ സ്വത്തെ അമ്മയുടെ പെട്ടിയിൽ വെക്കാനുള്ളതല്ല, അത് എന്റെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാ. സത്യേട്ടാ, അമ്മയോട് അങ്ങനെയൊന്നും പറയല്ലേ. പ്രതിഭേ, നീ ഇതിൽ ഇടപെടണ്ട. ഇത് ഞാനും എന്റെ അമ്മയും തമ്മിലുള്ള കാര്യമാ. നീ അകത്ത് പോ. മോളെ, മോള് പോ. അമ്മയും മോനും തമ്മിലുള്ള അവര് തന്നെ തീർത്തോളും. ചെല്ല്. അവിടെ നിൽക്കേ. നിന്റെ അച്ഛനും അമ്മയും എന്നെ ഏൽപ്പിച്ചത് ഇവന്റെ കയ്യിൽ എന്തായാലും ഞാൻ കൊടുക്കില്ല. നിന്റെ സ്വർണവും പണം നിനക്ക് ഞാൻ തന്നേക്കാം. നീ നിന്റെ അച്ഛനെ അമ്മയെ വിളിച്ച് ചോദിച്ചിട്ട് ഇവന് കൊടുക്കോ കൊടുക്കാതിരിക്കോ എന്താന്ന് വെച്ചാ ചെയ്യും. നാളെ ഇവനിത് കൊണ്ടുപോയി തൊലച്ച് കളഞ്ഞാ പിന്നെ എന്നോട് ചോദിക്കാൻ ഒരുത്തനും വന്നേക്കരുത്. ചെല്ല്, ചെന്നത് വാങ്ങിക്ക്. ചെല്ലാനല്ലേ പറഞ്ഞേ? മോനെ സത്യ, നീ ആടാ ആൺകുട്ടി, ഇങ്ങനെ തന്നെ വേണം. സൂപ്പർ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു.